മകരി ഇവിടെ പശുക്കുട്ടി അറുത്തുകാർ ഇപ്പോഴും പറയാണ് ശ്രീ ആഷ്മി, ഞാൻ പല കാലം കുറെ ആണെങ്കിൽ ആ പ്രേതം മാറിയിട്ടില്ല. അതുകൊണ്ട് ഇവര് BJP എന്ന് പറയുന്ന പാർട്ടി സംഘപരിവാറും ശബരിമലക്ക് പോകുന്ന അയ്യപ്പനെ കഴുത്തറത്ത് കൊന്നവരാ. അയ്യോ, എന്റെ നാട്ടിൽ എന്റെ കൂടെ പഠിച്ചവനെയാ കൊന്നത്. അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ അടുത്തറത്ത് കൊല്ല RSSകാരാ. മനുഷ്യനെ കൊല്ലാണ് നിങ്ങളെന്ന് നമുക്കറിയാം. അതായത് റിജിലിന്റെ സുഹൃത്തിനെയല്ല, DYFIയുടെ നേതാവായിട്ടുള്ള സഖാവ് മനോജ് ബോംബെറിഞ്ഞ് കൊന്നവരാണ് ഈ RSS. മനോജ് അയ്യപ്പനായ മനോജിനെ കൊന്നോ? മതേതരം പറഞ്ഞു നടക്കുന്ന കൊന്നിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്റെ കൂടെ പഠിച്ചവനാണ്, ഞങ്ങളെ കളിക്കൂട്ടുകാരനാണ്. അവന്റെ അമ്മ CPM നേതാവാണ്. ആ വീട്ടിനകത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ കണ്ടെത്താൻ പോയ സമയത്ത് കാണാതിന്റെ പേരിൽ രാഷ്ട്രീയപരമായി വലിയ ബന്ധമൊന്നുമില്ലാതെ ചെറുപ്പക്കാരൻ മാലയിട്ട് ശബരിമലക്ക് പോകാൻ വ്രതമെടുത്ത് ഉറങ്ങുന്ന സമയത്ത് അവനെ കഴുത്തറത്ത് കൊന്ന് ഞാനും അവന്റെ വീടിന് അവരാണ് മിണ്ടാപ്രാണിക്ക് വേണ്ടി കരയുന്നത്. ഈ നാട്ടിനകത്ത് ആളുകളെ ഭക്ഷണത്തിന്റെ പേരിൽ പച്ച മനുഷ്യന്മാരെ രാജ്യത്ത് കൊല്ലുന്നവരാരാ? അത് RSS സംഘപരിവാർ തീവ്രവാദികളാണ്. അവർക്കെതിരെയുള്ള പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. RSS മോശമൊന്നുമില്ല, ആണോ? അല്ല കണക്കെടുത്താ നിങ്ങളാ മുന്നില്. അല്ലേ? കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും രാഷ്ട്രീയത്തിനെതിരെ മുട്ടുമടക്കാതെ പൊരുതിയ പ്രസ്ഥാനം തന്നെയാണ്. കന്നുകാലികളെ കന്നുകുട്ടികളെ കഴുത്തറുത്ത് കൊല്ലുന്ന കാലൻ രാഷ്ട്രീയം, കാലൻ നേതാവ് അതൊക്കെ ഇവര് തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്നവരാ. BJPയുടെ നേതാവാണ് സംഗീത് സോമനാണ്. വായിക്ക് വന്നത് കോതക്ക് ഇവിടെ ഇപ്പോ ഒരാൾ മരിച്ചപ്പോ ഒരാൾ പറയുന്നത് കോൺഗ്രസ്സുകാരനാണ്, മറ്റൊരാൾ പറയുന്നത് മാർക്സിസ്റ്റുകാരാണ്. ഒരു ബോധ്യമില്ലാതെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്ത് ഇവർക്ക് കന്നുകാലികളുടെ കൂടെയാണ്, മനുഷ്യരുടെ കൂടെയല്ല. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ശരി, ഓക്കെ.